കിട്ടുന്നില്ല. ഒരാഗ്രഹമല്ലേ കൊച്ചോ. ഇങ്ങനെ എടുത്തിട്ട് നല്ല കാന്താരിയും ചെറിയുള്ളും കൂടെ അരച്ച് അതിനകത്ത് മുക്കിയിട്ട്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ചെറിയൊരു വിളവെടുപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താ വിളവെടുക്കാൻ പോകുന്നതെന്നുള്ള ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയൊക്കെയാവും, എന്തൊക്കെയാവും, എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓ അതെ, ഇളകി പുറത്ത് കാണാം. എവിടെ ചാക്ക് എടുത്തിട്ട് കമത്തിട്ടാലും പോരെ. എടുക്കാൻ കിട്ടില്ല, കീറി പോയില്ലേ. എന്നൊരു കുത്തു കിട്ടോ, കുത്തിക്കോ കുത്തിക്കോ. കിട്ടുന്നില്ല. കാച്ചില ഇത്, കാച്ചില അതിനുണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരാഗ്രഹമല്ലേ കൊച്ചോ. താഴെ പൊട്ടിപ്പോ ഇവിടെ കൊണ്ടുവെക്കാം. അതിൻ്റെ കൂടെ ഇവിടെ പരിപാടി ചെത്ത പുഴുങ്ങ മതി. ഈ ആ കാച്ചിൽ അപ്പാട് കാണുന്നുണ്ട്. മോനൂന് എന്നാടാ ഇപ്പത്തേന്? കൊച്ചിന് കാത്തിന് മതിയായിരിക്കില്ലേ? മുട്ടയും കൂടെ പോയി തിന്നാ പറഞ്ഞായിരുന്നു. നല്ല ഉറക്കം ഉറങ്ങുന്നല്ലോ. ഒന്നുകൂടെ കഴുകാടാ. മറ്റേ പോലെ തന്നെ വഴുവഴുക്കും കൂടെ അതുകൊണ്ട് തെന്നിപ്പോന്നു കഴിക്കും. കഷ്ണം അവിടെ ഇട. എന്താ ഇപ്പ ഇത് ഒന്നുകൂടെ മുറിക്കണം. അയ്യോ, ഇതെല്ലാം കൂടെ പുഴുങ്ങി തിന്നുവോ?
ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിങ്ങനെ പയറ് പറിക്കുന്ന കേട്ടോ. ഇനിയും ഉണ്ടാ ഇവിടെ ആ ഉപ്പുപാത്രം എടുത്തന്നെ അവിടുന്ന് പറഞ്ഞോ. ബാക്കി എന്നെ ഏൽപ്പിക്കാം. വെള്ളം തിളയ്ക്കാൻ വേണ്ടിക്കോളൂ. ഓടിക്കാം. അരമണിക്കൂർ വെച്ച് 3 അങ്ങനെ ഞങ്ങളുടെ കാച്ചിലൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നല്ലോ. ആവി പറക്കുന്ന കാച്ചില കാണുമ്പോൾ തന്നെ എന്തൊരു രസമല്ലേ ആ കളറും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്താണെന്നറിയില്ല, വേറെ കപ്പയൊന്നും അങ്ങനെ തിന്നാറില്ലെങ്കിലും കാച്ചിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കളർ കൊണ്ടാണോ ടേസ്റ്റ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പം പിള്ളേർക്ക് ഈ കളറൊക്കെ ഒരു പ്രത്യേക അട്രാക്ഷനാണല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്കും ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ എന്താണ് സംഭവം, ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും കുറച്ച് നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു, എന്താ വേഗാത്ത ആയോ എന്ന് പിള്ളേരും ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് അമ്മ കുറച്ച് കാന്താരിമുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൂട്ടിയാണ് കേട്ടോ അത് കഴിക്കുന്നത്. അപ്പോൾ കാന്താരിമുളക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എന്താ പറയുക, ചെറിയുള്ളിയും കാന്താരിയും ഉപ്പും കൂടെ നന്നായിട്ട് ഇടികല്ലേ വെച്ച് ഇടിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ. ഇച്ചിരി ഇങ്ങനെ എടുത്തിട്ട് നല്ല കാന്താരിയും ചെറിയുള്ളിയും കൂടെ അരച്ച് അതിനകത്ത് മുക്കിയിട്ട് ഇതിങ്ങനെ പുഴുങ്ങി തിന്നാണ്ടല്ലോ വയറ് നിറയുന്ന അറിയില്ല, വയററിയാതെ കഴിക്കാന്നറിയില്ലേ ഇതുപോലെ. നല്ല പൊടിയുള്ള കാച്ചിലല്ലേ വേണ്ട വയ്ക്കേ വേണ്ട, നല്ല പോന്ന് പൊടിയുള്ള കാച്ചില്ല അതുണ്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കാച്ചിൽ കഴിക്കാൻ ആരംഭിച്ചു കേട്ടോ. ആരും പെരയ്ക്കകത്തൊന്നും അല്ല ഇരിക്കുന്നത്, എല്ലാവരും മുറ്റത്തൂടെയൊക്കെയാണ് ഇരിക്കുന്നത്. ഒരു കാറ്റൊക്കെ കൊണ്ട് വെട്ടം വെളിച്ചമൊക്കെ കണ്ടിരുന്ന് തിന്നുമ്പോൾ അതിനൊരു സുഖമല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്നാണ് തീറ്റ. മക്കളൊക്കെ തിന്നുന്നുണ്ട്. ഒരാളാണെങ്കിൽ എന്താ പറയുക, ഇടയ്ക്ക് ലൂണയ്ക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലൂണേനെ വിളിച്ചു വരുത്തിയ ലൂണയ്ക്കും കൊടുക്കുന്നുണ്ടായിരുന്നു, ലൂണയും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാളാണെങ്കിൽ അർബാനയുടെ മുകളിലാണ് കയറി ഇരിപ്പ്. അപ്പോൾ അവന് ആ ഒരു ഇരിപ്പൊരു സുഖമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതേ പോയിരുന്നാണ് കഴിക്കലൊക്കെ. ആ പെരയ്ക്ക് അകത്ത് ഇരുത്തി തീറ്റ കുറവാണ്, മിക്കവാറും മുറ്റത്ത് തന്നെയാണ് ഞങ്ങൾ കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ അമ്മയും വന്നു, അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.